അത് യുക്രൈൻ്റെ കാര്യത്തിൽ ആരും പറയുന്നത് ശരിയാകണില്ല എന്നുള്ളതാണ്. ട്രംപ് പറഞ്ഞത് അതേപോലെ നടക്കുന്നില്ല. അതിനു മുമ്പ് നമ്മൾ വേറൊരാളുടെ കേസിലും കണ്ട്, അതായത് പുട്ടിനും പറഞ്ഞിരുന്നു ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ദിവസങ്ങൾ മാറി, ആഴ്ചകൾ മാറി, മാസവും മാറി, കൊല്ലങ്ങളായി. ഇപ്പം 3 കൊല്ലത്തിൻ്റെ അറൗണ്ട് 3 years ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതേപോലെ തന്നെ ട്രംപും പറഞ്ഞത് ആ കാൽക്കുലേഷൻ അനുസരിച്ച് പോകുമെന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഈ പറഞ്ഞ പെട്ടെന്നങ്ങ് തീർക്കലൊന്നും നടക്കില്ല. അതാണ്. മാത്രമല്ല അമേരിക്കയുടെ ഒരു തത്തുല്യമായ ശക്തിയാണ് റഷ്യ. ശക്തിയാണ്. അങ്ങനെ പോയൊന്നും ചെയ്യടാ എന്ന് പറഞ്ഞ് ജയിക്കാനൊന്നും പറ്റുന്നു ഒന്നും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. റഷ്യ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. കാര്യം ഇപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് അല്ല, അത് പിടിച്ചു നിൽക്കുന്നതും ഈ പറഞ്ഞതുപോലെ റഷ്യ ഉക്രൈനിൽ അവരുടെ ഏറ്റവും ലീത്തലായിട്ടുള്ള ആയുധമൊന്നും പ്രയോഗിച്ചില്ല. ഒരു ഓൾ ഔട്ട് വാറല്ല അത്. ഓൾ ഔട്ട് വാറല്ല. വേണേ റഷ്യക്ക് ഒരൊറ്റ അടി കൊടുത്താൽ യുക്രൈൻ തീർന്നു പോകും. ഒരു 2 ന്യൂക്ക് വെപ്പൺസ് ഇട്ടാൽ മതി, ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചാൽ യുക്രൈൻ കഴിഞ്ഞു. അത്രയും ഭയങ്കര മാരകമായ ആയുധങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. ആ പട തമ്മിലുള്ള ആർമികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതും റഷ്യക്ക് വേണ്ടി പൊരുതുന്നത് കൂലിപ്പട്ടാളവും കൊറിയൻ പട്ടാളവും ഒക്കെയാണ്. അപ്പോൾ ഒരു കൺവെൻഷണൽ വാർ എന്നുള്ള രീതിയിലേ പോകുന്നുള്ളൂ. ഈ പറഞ്ഞ ഓൾ ഔട്ട് വാറിൻ്റെ സാഹചര്യം വന്നിട്ടില്ല. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉടനെ മാറ്റാം. മാത്രമല്ല ട്രംപ് നേരത്തെ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശരിയായിരിക്കും. അതെ. മാത്രം ഇവർ തമ്മിലൊരു ബന്ധം. അതെ അവർ തമ്മിൽ നല്ലൊരു കെമിസ്ട്രിയാണ്. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.